ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ വാഹനത്തിൻ്റെയോ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേര് കാരണം കേസും പൊല്ലാപ്പും വരെ ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടി വരും. കർണാടക മംഗളൂരുവിലെ ഒരു ബസ് ഉടമയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു കഥയാണ്. ഇസ്രയേൽ ട്രാവൽസ് എന്നതിൻ്റെ ബസ്സിൻ്റെ പേര് ജെറുസലേം എന്ന് മാറ്റേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ ബസ് ഉടമസ്ഥന് പറയാനുള്ളത്. 12 വർഷത്തോളമായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ആളാണ് ലെസ്റ്റർ കട്ടിൽ എന്ന വ്യക്തി. കടപ്പാടും സ്നേഹവും കൊണ്ടാകാം അദ്ദേഹം തൻ്റെ ബസ്സിന് ആ രാജ്യത്തിൻ്റെ പേര് തന്നെ നൽകിയത്. എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടെ കാര്യങ്ങൾ അപ്പാടെ തലകീഴായി മറിഞ്ഞു. ആ പേര് കട്ടീലിനുണ്ടാക്കിയ തലവേദനയും ചില്ലറയല്ല. സമൂഹ മാധ്യമങ്ങളിൽ ആ ബസ്സിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വളരെ മോശം പ്രതികരണങ്ങളാണ് പലരും നടത്തിയത്. ഇങ്ങനെ രൂക്ഷമായ പ്രതികരണങ്ങൾ വന്നതോടെ കട്ടീൽ തൻ്റെ ബസ്സിൻ്റെ പേര് മാറ്റി ജെറുസലേം എന്നാക്കി. ഇസ്രായേൽ ട്രാവൽസ് എന്ന പേര് കാരണം ആളുകൾക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കട്ടീൽ പ്രതികരിച്ചത്. ബസ്സിൻ്റെ പേര് മാറ്റണം എന്ന ആവശ്യവുമായി പോലീസിൽ പരാതി നൽകുമെന്ന ഭീഷണി വരെയുണ്ടായി. FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് പോലീസിനോട് പലരും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു പ്രശ്നവുമില്ല. പേര് മാറ്റണമെന്ന് പോലീസുകാർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ അതുകൊണ്ട് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം കടുത്തു വന്നതോടെയാണ് ബസ്സിൻ്റെ പേര് മാറ്റാൻ താൻ തീരുമാനിച്ചതെന്നാണ് കട്ടീൽ പറയുന്നത്. പുണ്യഭൂമിയായ ജെറുസലേം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രയേൽ. അവിടുത്തെ രീതികളെല്ലാം തനിക്ക് ഇഷ്ടമാണ്. ആ രാജ്യമാണ് തനിക്ക് പുതിയൊരു ജീവിതം തന്നെ തന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന പേര് തൻ്റെ ബസ്സിന് ഇട്ടത്. ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും കട്ടീൽ പറയുന്നു. മൂഡ്ബിദ്രി കിന്നുകോളി കടീൽ മുൽക്കി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ഇത്. മറ്റൊരു രാജ്യത്തിൻ്റെ പേര് വാഹനങ്ങൾക്ക് നൽകുന്നത് അത്രയ്ക്ക് അപൂർവമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. ഇദ്ദേഹം ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് മേടിച്ച ബസ്സായതുകൊണ്ടാകാം ആ പേരിട്ടത്. ഗൾഫ് മോട്ടോഴ്സ്, ജപ്പാൻ ട്രേഡിംഗ് കമ്പനി, സലാല മൊബൈൽസ്, ബർമ ട്രാവൽസ്, പാരീസ് ഹോട്ടൽ, സിംഗപ്പൂർ ട്രാവൽസ് എന്നൊക്കെ നമ്മുടെ നാട്ടിലും പല സ്ഥാപനങ്ങൾക്കും പേരുണ്ട്. എന്നാൽ ഇപ്പോൾ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിലാകണം ഇസ്രായേൽ എന്ന പേരിനെതിരെ ജനരോഷം ഉയർന്നത്. എന്നാൽ ഉടമസ്ഥനും മനസ്താവുമില്ലാത്ത രീതിയിൽ അത് ജെറുസലേം എന്നാക്കിയതോടെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ്.